ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ടെൻസിൻ്റെ ഏറ്റവും അവസാനത്തെ 4ാമത്തെ ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് 12 എണ്ണം പഠിച്ചു കഴിഞ്ഞു. ഇനി 4 എണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് സിമ്പിൾ പഠിച്ചു, അതിനുശേഷം കണ്ടിന്യൂസ് പഠിച്ചു, അതിനുശേഷം പെർഫെക്റ്റും പഠിച്ചു, പെർഫെക്റ്റ് ഫോംസ് പഠിച്ചു. സിമ്പിളിൽ 3 3 3 9 എണ്ണമാണ് പഠിച്ചത്. സോറി, 12 അല്ല, നമ്മൾ പഠിച്ചത് 9 ആണ്. 9 ഭാഗങ്ങൾ പഠിച്ചു, 9 ബ്രാഞ്ചസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 4ാമത്തെ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അല്ലേ? പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിക്കാനുള്ളത് 4ാമത്തെ. ഇത് 3 ഭാഗമുള്ളത്. ഒന്ന് പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. അതിലേക്ക് നമുക്ക് വരാം. പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രിയയുടെ ഫോമിലും വെർബിൻ്റെ ഫോമിലും ഓക്സിലറി വെർബിലും വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ടെൻസിൻ്റെയും, അതായത് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസിൻ്റെയും ഫ്യൂച്ചർ ടെൻസിൻ്റെയും കണ്ടിന്യൂസിൻ്റെ രൂപത്തിൽ, കണ്ടിന്യൂസിൽ വരുന്നത് ING ഫോമാണ്. അതേ ഫോം തന്നെയാണ്, വെർബിൻ്റെ അതേ ഫോം തന്നെയാണ് ഇതിലും വരുന്നത്. ഇത് ഒരു സിമിലാരിറ്റിയാണ്, ഇത് സാമ്യതയാണ്. ഇത് മനസ്സിലാക്കണം. അതായത് കണ്ടിന്യൂസ് ടെൻസിലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും വെർബിൻ്റെ ING ഫോം തന്നെയാണ് വരിക. ഇതിൽ വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം മാത്രം വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓക്സിലറി വെർബിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം അത് തന്നെ നമുക്ക് വീണ്ടും എടുക്കാം. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അപ്പോൾ പ്രസന്റ് ഫോമിൽ ഐ റൈറ്റ് എ ലെറ്റർ, അല്ലെ ജോൺ റൈറ്റ്സ് എ ലെറ്റർ എന്ന ഒരു എക്സാമ്പിളാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ആ എക്സാമ്പിൾ തന്നെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. ആ എക്സാമ്പിൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ വരുന്ന ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഉദാഹരണത്തിലേക്ക് നമുക്ക് കടക്കാം. ജോൺ, ഐ, അല്ലെങ്കിൽ ഹി, ഷീ, ഇറ്റ്, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ജോൺ എന്ന സബ്ജക്റ്റും ഐ എന്ന സബ്ജക്റ്റുമാണ്. ഇത് രണ്ടും, ഒന്ന് നൗണാണ്, രണ്ടാമത്തത് പ്രോനൗണാണ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് ജോൺ എന്നാണ്. അതായത് തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ട് വരുമ്പോൾ ജോൺ has been പ്ലസ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ഫോമിലുള്ള അതേ തന്നെയാണ്, അതേ ഇതാണ് ഇവിടെയും വരിക. ക്രിയയുടെ രൂപം തന്നെയാണ് ഇവിടെയും വരിക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ റൈറ്റിംഗ് എ ലെറ്റർ എന്നാണ്. അതായത് ജോൺ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. John has been writing a letter. John has been writing a letter. ഇത് കഴിഞ്ഞൊരു കാലത്ത് തുടങ്ങിയൊരു പണിയാണ്. ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻഡ് ആയിട്ടില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജോൺ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇനി ഐയുടെ കൂടെ ആകുമ്പോൾ ഐ ഹാവ് എന്നാണ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ബീൻ എന്ന് ആഡ് ചെയ്യുക. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയമായി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഇതുവരെ തീർന്നിട്ടില്ല. കഴിഞ്ഞ കാലത്ത് തുടങ്ങിയതാണ്, ഇതുവരെ അത് തീർന്നിട്ടില്ല. ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഭൂതകാലത്തിൽ തുടങ്ങിയ വർക്കാണ്.
അതായത് ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് നിൽക്കുന്നത്, വർത്തമാനകാലത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് മുതൽ പുറകിലോട്ടുള്ള ഏത് സമയത്താണെങ്കിലും അതിന് ഭൂതകാലം എന്ന് പറയാം. അപ്പോൾ ഭൂതകാലത്തിൽ തുടങ്ങിയ ഒരു വർക്ക് ഇപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂതകാലത്തിൽ തുടങ്ങിയ ഒരു വർക്ക് ഇപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെ തീർന്നിട്ടില്ല. അതിനെ കുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വേർഡുകളാണ് അല്ലെങ്കിൽ സെൻറ്റൻസുകളെയാണ് നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇതിൽ സിംഗുലർ ആയി വരുമ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ ഹാസ് ബീൻ ചേർക്കും, മറ്റുള്ളവയുടെ കൂടെ ഹാവ് ബീൻ ചേർക്കണം. ക്രിയയുടെ രൂപം എന്ന് പറഞ്ഞാൽ ING ഫോം ആയിരിക്കും. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലും ഉപയോഗിച്ച വെർബിന്റെ അതേ രൂപം തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. അപ്പൊ ഇനി പാസ്റ്റ് രൂപത്തിലാവുമ്പോൾ ജോൺ ഇവിടെ പാസ്റ്റ് രൂപം ഹാസിന്റെ ഹാവിന്റെ പാസ്റ്റ് രൂപം എന്താണ്? നമ്മൾ നേരത്തെ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിച്ചത് ഹാഡാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ ഹാഡ് പ്ലസ് ബീൻ, ഹാഡ് ബീൻ. ഇത് വെർബിന്റെ റൈറ്റിംഗ് ING ഫോം തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ജോൺ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ ഫ്യൂച്ചർ ഇതിൽ തുടങ്ങിയത് ഫ്യൂച്ചറിൽ വീണ്ടും പാസ്റ്റ് ടെൻസി തുടങ്ങിയത് പാസ്റ്റ് ടെൻസി തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളീകരിച്ചതിനെ നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ ജോൺ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു സെൻറ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാവും? ജോൺ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ ഹാഡ് ബീൻ ആവുമ്പോൾ ഇത് പാസ്റ്റ് ഫോം ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഹാഡ് ബീൻ ഇത് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് അതിനെ പാസ്റ്റിന്റെ മീനിങ്ങിൽ കൂടി തന്നെ നമുക്ക് പറയണം, പാസ്റ്റിന്റെ അർത്ഥത്തിൽ കൂടി. അപ്പം എന്താ പറയുക? ജോൺ ഒരു കത്ത് എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, അല്ലെ? ജോൺ ഒരു കത്ത് എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആണെന്നല്ല പറയാം, ആണെന്ന് പറഞ്ഞാൽ പ്രസന്റ് ആയിരുന്നു. ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴോ ജോൺ ഒരു കത്ത് എഴുതിക്കൊണ്ടേയിരിക്കുകയായിരിക്കും എന്നാ വരിക. ജോൺ ഒരു കത്ത് എഴുതിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. അതായത് പാസ്റ്റ് ഫോമിലേക്ക് ആകുമ്പോൾ ജോൺ ഒരു കത്ത് എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ പ്രസന്റ് ടെൻസ് വരുമ്പോൾ ജോൺ ഒരു കത്ത് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ ഇത് ഐ ഹാവ്, ഇവിടെ ഐ ഹാഡ് ബീൻ, ഹാഡിന് വേറെ രൂപമില്ലാതെ ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ എന്ന് തന്നെയാണ് വരിക. ഇനി ഫ്യൂച്ചർ ടെൻസിലേക്ക് വരുമ്പോൾ ഇതിന്റെ വിൽ ഹാവ്, ഷാൽ ഹാവ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഐയുടെ കൂടെ ഐ ഷാൽ ഹാവ് എന്ന് ഓൾറെഡി നമ്മൾ ഐ ഷാൽ ഹാവ് എന്ന് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിച്ചിരുന്നു. ഈ ഷാൽ ഹാവിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ബീൻ, ഐ ഷാൽ ഹാവ് ബീൻ എന്ന് ചേർക്കും. അല്ലെങ്കിൽ ജോൺ വിൽ ഹാവ് ബീൻ ഈ ക്രിയയുടെ ING ഫോം തന്നെ, റൈറ്റിംഗ് എ ലെറ്റർ. അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ, ഞാൻ ഒരു കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. നാളെ നീ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. അങ്ങനെ പറയില്ലേ? നാളെ നീ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയില്ലേ? അതാണ് അങ്ങനെ അർത്ഥം വരുന്ന സെൻറ്റൻസുകൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഏത് ഉപയോഗിക്കേണ്ടത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ജോൺ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ, ജോൺ ഒരു കത്ത് എഴുതിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. അത് ഈ നിമിഷത്തിന്, ഇനി വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ അർത്ഥത്തിലേക്ക് എടുക്കാൻ വേണ്ടിയുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഈ ഓക്സിലറി വെർബും ഈ ക്രിയയുടെ രൂപം ഉപയോഗിച്ച് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ടെൻസിൻ്റെ 4 ക്ലാസ്സുകളും കഴിഞ്ഞിട്ടുണ്ട്. ഈ ടെൻസിനെ കുറിച്ച് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇത് ഈസിയായി പഠിക്കാനുള്ള വേറൊരു ഫോർമുലയും കൂടി ഞാൻ പറഞ്ഞു തരാം. അതിനൊരു ടേബിളാണ് നമ്മൾ വരയ്ക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു നോട്ട്ബുക്ക് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കോളം വരയ്ക്കുക. ഇതിനെ 4 ആയിട്ട് തിരിക്കണം.
മുകളിൽ ടെൻസ് എന്ന ഹെഡിങ് കൊടുക്കാം. ടെൻസ് എന്ന ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നമ്മൾ വീണ്ടും ഇതിനെ 3 ആയിട്ട് തിരിക്കും. ഇതിനെ വീണ്ടും 3 കള്ളി. അപ്പോൾ 1 2 3 4, സോറി, ഇതിനെ 5 ആയിട്ട് തിരിക്കണം. ഇതിനെ നമ്മൾ എത്രയായിട്ടാണ് തിരിക്കേണ്ടത്? ഇതിനെ 5 ആയിട്ട് തിരിക്കണം. ഒന്നാമത്തെ ചെറുത് മതി. ഒന്നാമത്തത് ചെറുതാണ്. 2 3 5 ഇത്രയും പോർഷനായിട്ട് തിരിക്കുക. ഇനിയിപ്പോൾ ഹെഡിങ് എഴുതാം നമുക്ക്. ഇവിടെ സിമ്പിൾ, ഇത് വേണേൽ തിരിച്ചുവിടാം, തിരിച്ചും വരയ്ക്കാം. ഇവിടെ 3 എണ്ണം കൊടുത്തിട്ട് ഇങ്ങോട്ട് 5 എണ്ണം ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സ്പേസ് കിട്ടും. സിമ്പിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ്. ഇതിന് വന്നിട്ട് കണ്ടിന്യൂസ്. ഇതിൽ വന്നിട്ട് പെർഫെക്റ്റ് എന്ന് കൊടുക്കുക. ഇതിന് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിന് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ എന്ത് കൊടുക്കണം? പ്രസന്റ്. ഇത് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിന്റെ സിമ്പിൾ പ്രസന്റ്, അല്ലെ പ്രസന്റ് ഇൻഡെഫിനിറ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിന് പാസ്റ്റ് എന്ന് കൊടുക്കുക. പാസ്റ്റ്. ഇതിന് ഫ്യൂച്ചർ എന്ന് കൊടുക്കുക. ഇതിന് ഫ്യൂച്ചർ ടെൻസ്. ഇങ്ങനെ എഴുതാം. അപ്പൊ ടെൻസ് ഇതിന് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അങ്ങനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പ്രസന്റിനെ സിമ്പിൾ എന്നും കണ്ടിന്യൂസ് എന്നും പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും അതുപോലെ പാസ്റ്റിനെയും തരംതിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതിന്റെ ഉദാഹരണങ്ങൾ എഴുതി നോക്കാം. ഇതിന്റെ ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റില് എന്താണ് വരുന്നത്? സിമ്പിൾ പ്രസന്റിൽ വരുന്നത് ക്രിയയുടെ ബേസിക് ഫോമാണ്. മൂലരൂപം ഓഫ് ദ വെർബ്. ഇനി കണ്ടിന്യൂസിൽ വരുന്നത് ഓക്സിലറി വെർബ് പ്ലസ് ing. ഇതിലും വരുന്ന അങ്ങനെ തന്നെയാണ്. അങ്ങനെ പാസ്റ്റ് ടെൻസില് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്നാണ് വരുന്നത്. ഇനി ഇതിൽ വരുന്നത് വിൽ ഓർ ഷാൽ പ്ലസ് ബേസിക് ഫോം ഓഫ് ദ വെർബ്. ഇതാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ വരുന്നത് പാസ്റ്റ് ഫോമില് ഇതിൽ ഈസ് ആം ആർ വരുന്നു. ഇതിൽ വാസ് വെയർ വരുന്നു. വാസ് വെയർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ing. ഇതിൽ വരുന്നതോ വിൽ ബി, ഷാൽ ബി പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി പെർഫെക്റ്റിൽ വരുമ്പോൾ ഓക്സിലറി വെർബ് പ്ലസ് en or ed form of the verb. വെർബ്. ഇതിൽ ഈസ് ആർ ആമിന്റെ പെർഫെക്റ്റ് ഫോം ആയത് ഹാസും ഹാവും ആണ്.
ഹാസ് ഹാവ് പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. അങ്ങനെ വരും. ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ ഹാസ് ഹാവ്. ഇനി ഇതിൽ വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുമ്പോൾ ഹാഡ് പ്ലസ്, അതായത് എ വി എന്ന് പറഞ്ഞാൽ ഹാഡാണ്. ഹാഡ് പ്ലസ് ed en ഫോം ഓഫ് ദ വെർബ്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വരുന്നത് വിൽ ഹാവ് ഓർ ഷാൽ ഹാവ്. വിൽ ഹാവ് ഓർ ഷാൽ ഹാവ് പ്ലസ് ing ഫോം, സോറി en ഫോം, en or ed ഫോം ഓഫ് ദ വെർബ്. ഇനി ഇപ്പോൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ വരുന്നത്, ഇതിൽ ഹാസും ഹാവ് വന്നതെങ്കിൽ ഹാസ് പ്ലസ് ഹാസ് ഹാവ് പ്ലസ് ബീങ് പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ing ഫോം വരിക. ഇതിലും അതുപോലെ തന്നെ had been plus ing form of the verb. അങ്ങനെ. ഇനി ഇതിലാണെങ്കിലോ will have been, shall have been plus ing form. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ ഓരോന്നും ഈ കോളത്തിൽ കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിരിക്കും. അതുപോലെ ഒരു ചാർട്ട് ഉണ്ടാക്കിയാൽ മതി. ആ ചാർട്ട് മാത്രം നോക്കി അതിൻ്റെ ഡിഫറൻസും അതിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഓക്സിലറി വെർബും വെർബിൻ്റെ രൂപങ്ങളും മാത്രം അനലൈസ് ചെയ്ത് അതിൻ്റെ വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇത് പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റിൽ ബേസിക് ഫോം ഓഫ് ദ വെർബാണ്. അതിൻ്റെ കൂടെ ഓക്സിലറി വെർബ് ഇല്ല, ബേസിക് ഫോം ഓഫ് ദ വെർബാണ്. അതുപോലെ പാസ്റ്റ് രൂപത്തിലും പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. അപ്പോൾ ഒരു വെർബിൻ്റെ 3 രൂപങ്ങൾ, 5 രൂപങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൽ ആദ്യത്തെ രൂപം എന്ന് പറഞ്ഞാൽ മൂലരൂപമാണ്. അപ്പോൾ ബേസിക് ഫോമാണ്. ബേസിക് ഫോം എന്ന് പറഞ്ഞാൽ റൈറ്റ് അല്ലെങ്കിൽ ഈറ്റ് അല്ലെങ്കിൽ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പദം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഫോമാണ്. ആ ഫോം ആയിരിക്കും പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റിൽ കൊടുക്കുക. സിമ്പിൾ പാസ്റ്റിലാകുമ്പം രണ്ടാമത്തെ രൂപം. ഇപ്പോൾ റൈറ്റ് എന്നുള്ളത് റോട്ടാണ്, ഡാൻസ് എന്നുള്ളത് ഡാൻസ്ഡ് ആണ്, ഈറ്റ് എന്നുള്ളത് എയ്റ്റ് ആണ്, ATE, എയ്റ്റ് എന്നാണ്. അങ്ങനെയുള്ള ഫോമാണ് പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റിൽ കൊടുക്കുക. ഇനി ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചറിൽ വന്നിട്ട് വിൽ പ്ലസ് ഷാല് പ്ലസ് ആദ്യത്തെ ഫോം ഓഫ് ദ വെർബ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കണം, ഈ 3 എണ്ണം. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആയിരിക്കും. ഇനി വരുന്നത് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കണ്ടിന്യൂസ് ഫോമിൽ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എല്ലാം വരുന്നത് ഈസ് ആർ ആം അല്ലെങ്കിൽ വാസ് വെയർ അല്ലെങ്കിൽ വിൽ ബി ഷാൽ ബി. ഇത്രയും ഇതാ വരുന്നത്. ഇത്രയും ഓക്സിലറി വെർബ് മാത്രമേ വരുത്തുള്ളൂ ഇതിൽ. വേറൊരു ഓക്സിലറി വെർബ് വരാൻ പോകുന്നില്ല ഇതിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ ing ഫോം ഓഫ് ദ വെർബാണ്. എല്ലാത്തിലും ing ഫോമാണ് ഇതാ, എല്ലാത്തിലും. അപ്പോൾ കണ്ടിന്യൂസ് ഫോംസ് ഓഫ് ദ പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്, ഇതിൻ്റെ വെർബ് വിൽ ബി ing ഫോം. എല്ലാം ing ഫോമാണ്. ഇതൊരു വ്യത്യാസം. ഇനിയിപ്പോൾ ഇതിലേക്ക് വരാം, പെർഫെക്റ്റിലേക്ക് വരാം, പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് വരാം. പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഈ ഇവിടെ കൊടുത്ത ഈസ് ആർ ആം എന്നുള്ളത് ഇവിടെ ഹാസ് ഹാവ് പ്ലസ് ബീൻ, ഹാവ് ബീൻ, ഹാസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഇവിടെയും ഹാഡ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഇവിടെ വിൽ ഹാവ് ബീൻ, ഷാൽ ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസിലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ക്രിയയുടെ ing ഫോം ആയിരിക്കും വരുന്നത്. ഇനി പെർഫെക്റ്റ് ടെൻസിലോ ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഹാസ്, ഹാവ്, ഹാഡ്, വിൽ ഹാവ്, ഷാൽ ഹാവ് പ്ലസ് ENED ഫോം ഓഫ് ദ വെർബ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫോർമുല. അപ്പോൾ ഇതും ക്ലിയർ ആയിക്കണം. ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ നിങ്ങൾ എഴുതരുത്. നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തന്ന ആ ഉദാഹരണങ്ങളാണ് എഴുതേണ്ടത്. ഉദാഹരണങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അത് നിങ്ങളെ പഠിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ബി അല്ലെങ്കിൽ ടു ബി, ഇതിൽ നിന്നാണ് എല്ലാ ഓക്സിലറി വെർബും ഉണ്ടായിരിക്കുന്നത്. ഈ സാറാം, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, മേ, മൈറ്റ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സഹായക്രിയയുടെ രൂപം ഇതാണ്. രണ്ടാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ ടു ഹാവ് ആണ്. ടു ഹാവ്. മൂന്നാമത്തെ പറയാം ടു ഡു. ടു ഡു. അപ്പോൾ ഇതിനെങ്ങനെയാണ് തരംതിരിക്കുന്നത്? അപ്പോൾ ബിയുടെ മൂലരൂപം എന്ന് പറഞ്ഞാൽ ബി ആണ്. എല്ലാത്തിനും മൂലരൂപം എന്ന് പറഞ്ഞാൽ ബി ആണ്. ബിയിൽ നിന്നാണ് പിന്നെ ഇത്രയും 24 ഓക്സിലറി വെർബുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഹാവിൽ നിന്നുണ്ടായിട്ടുണ്ട്, ഡൂവിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു അറിവിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ടെൻസ്. അപ്പോൾ ടെൻസിനെ കുറിച്ചുള്ള ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഇനി എന്തെങ്കിലും സംശയമുള്ളവർ എന്തായാലും മെസ്സേജ് കമൻസിൽ ഇട്ടാൽ മതി. അതിൻ്റെ റിപ്ലൈ വിശദമായിട്ടും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻസ് ഇടാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ബൈ.